ധാത്രിക ഭാഗം 18. നീലസാഗരത്തിൻ്റെ സൗന്ദര്യം നുകർന്ന് കടൽക്കരയിലെ ബെഞ്ചിൽ മീനു ഇരുന്നു. കടലിൽ നിന്ന് വരുന്ന കാറ്റ് അവളെ തഴുകി തലോടി. ഒരു ചെറു പുഞ്ചിരി അവളുടെ മുഖത്ത് വിടർന്നു. അപ്പോഴും പറഞ്ഞത് ശരിയാണ്. എന്ത് വേദനയും വിഷമവും ഉണ്ടെങ്കിലും ഈ കടലോരത്ത് വന്നിരുന്നാൽ അതൊക്കെ പമ്പ കടക്കും. കടലമ്മ കാറ്റായി വന്ന് നമ്മെ തഴുകി തലോടുമ്പോൾ പ്രകൃതി ദേവിയുടെ തലോടലായി തോന്നും. ശരിക്കും ഒരു മാതൃവാത്സല്യത്തോടു കൂടിയുള്ള തലോടൽ. അത് മതി എല്ലാ വിഷമങ്ങളും മാറാൻ. അപ്പോഴൻ ഈ നാടിനെ ഇത്രമേൽ പ്രണയിച്ചതിന് കാരണം ഇപ്പം മനസ്സിലാക്കുന്നു. അവൾ മനസ്സിലോർക്കവേ നജീബ് അവിടേക്ക് വന്നു. മീനു, അവൻ വിക്കി വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. എന്തോ ചെമ്മാൽ എന്നോണം മുഖം കുനിച്ച് നിൽക്കുകയാണ് അവൻ. നജീബ് വാ. അവൻ പതിയെ അവളുടെ അരികിലേക്ക് ചെന്നു. അവൾ അവനെ കുസൃതിയോടെ നോക്കി. എന്തു പറ്റിയിടും? ഒരു കള്ളത്തരം പോലെ. അവൻ പെട്ടെന്ന് മുഖമുയർത്തി നോക്കി. ഒന്നുമില്ല, ഒരു കാര്യം ചോദിക്കട്ടെ? അവൻ മടിച്ചു ചോദിച്ചു. എന്താ? അല്ല, താൻ എന്തിനാ നേവൽ ബേസിൽ പോയത്? ആരെക്കുറിച്ചാണ് താൻ അയാളോട് ചോദിച്ചത്? അവളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല, താൻ ഇവിടേക്ക് വന്നത് നാട് കാണാനല്ല എന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. ഉറപ്പല്ലാത്തത് കൊണ്ടാണ് ചോദിക്കാഞ്ഞത്. പക്ഷെ ഇപ്പോൾ ചോദിക്കുക, പറ, എന്താ തൻ്റെ ഉദ്ദേശം? അവനൊന്ന് നിശ്വസിച്ചു. ദുരുദ്ദേശമൊന്നുമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ദ്വീപിൽ വെച്ച് ഒരു നേവൽ ഓഫീസറെ മിസ്സായ കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ? അവനൊന്ന് ആലോചിച്ചു. ജാഫറിനെ പിടിച്ച അതൊരു പ്രഭാകരൻ, എൻ്റെ അപ്പേട്ടൻ. അത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പേട്ടനെ കാണാതായെന്ന് അറിഞ്ഞത് മുതൽ നെരുപ്പോടിൽ എന്ന പോലെ നീര് പൊക്കിയായിരുന്നു ഞാൻ. അപ്പേട്ടനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടു പോയതാണെന്നും ഇനി ഒരിക്കലും ജീവനോട് തിരിച്ചു വരില്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞപ്പോൾ മരിച്ചാലോന്ന് പോലും ചിന്തിച്ചു പോയി. പക്ഷേ മനസ്സ് പറഞ്ഞു അപ്പേട്ടൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന്. കണ്ടുപിടിക്കാൻ എനിക്ക് എൻ്റെ അപ്പേട്ടന്. അതിനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ വരാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം വിസിറ്റിംഗ് പെർമിറ്റ് എടുക്കുന്നതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തൻ്റെ സഹായം തേടിയത്. എത്രയും വേഗം ഇവിടെ എത്താൻ സാധിച്ചാൽ അത്രയും നല്ലതെന്ന് കരുതി. തന്നോടതിന് എനിക്ക് തീരാത്ത നന്ദിയുണ്ട്. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. ഇങ്ങനെയും പെണ്ണോ? ബർത്ത്ഡേ ഓർക്കാത്തതിൻ്റെ പേരിൽ ബ്രേക്കപ്പ് പറഞ്ഞു പോകുന്ന പെമ്പിള്ളാരുടെ കാലത്ത് സ്നേഹിച്ച പയ്യനെ കാണാതായി എന്നറിഞ്ഞ് അവനെ തേടി ഇത്രയും ദൂരം വന്നിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ശക്തിയിൽ ഇവളൊരു അത്ഭുതം തന്നെ മനസ്സിലോർത്തു. അപ്പോൾ ഒരു ബൈക്ക് അവിടേക്ക് വന്നു. ബൈക്കിൽ നിന്നും അലക്സ് ഇറങ്ങി. അവനെ കണ്ടതും മീനു പുഞ്ചിരിച്ചു. മീനു, നീ നാട്ടിലാരോടും പറയാതെയാണോ ഇവിടേക്ക് വന്നത്? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അവൾ നിന്ന് പരിങ്ങി. എന്ത് പണിയാണ് നീ കാണിച്ചത്? ആരോടും പറയാതെ അവരൊക്കെ എന്തുമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് അറിയാമോ? അലക്സേട്ടാ, അത് അപ്പനെ കുറിച്ച് ഓർത്തപ്പോൾ ആദർവിനോട് നിനക്കുള്ള സ്നേഹം എന്താണെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് ഇങ്ങനെയാണോ ചെയ്യുന്നത്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എന്തു പറയും? ആരറിയും? ഭാഗ്യം കൊണ്ട് ഒരാപത്തും കൂടാതെ നീ ഇവിടെ എത്തി. അവൾ വിഷമത്തോടെ മുഖം കുനിച്ചു നിന്നു. മിത്ര വിളിച്ചിരുന്നു. നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് കരയായിരുന്നു അവൾ മാത്രമല്ല, നിൻ്റെ ചേച്ചിയും പാർവതി ആൻ്റിയും എല്ലാവരും എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് മിത്രയുടെ നമ്പർ ഡയൽ ചെയ്തു. റിങ് കേട്ടതും അവൻ ഫോൺ അവൾക്ക് നേരെ നീട്ടി. ഇതാ മിത്രയാണ്, നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അവൾ മടിച്ച് ഫോൺ വാങ്ങി. ഹലോ ചേച്ചി, മിത്ര ആവേശത്തോടെ വിളിച്ചു. എന്ത് പണിയാണ് ചേച്ചി ഈ കാണിച്ചത്? ഒരു വാക്കുപോലും പറയാതെ ഇത്രയും ദൂരം ഞങ്ങളൊക്കെ എന്തുമാത്രം പേടിച്ചെന്നറിയാമോ? മോളെ, ഞാൻ അപ്പനെ കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. അതാ ഞാൻ. ചേച്ചിക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. വല്യമ്മായിക്ക് ചേച്ചിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ കൊടുക്കാം. അവൾ ഫോണുമായി പാർവതിയുടെ അരികിലേക്ക് ചെന്നു. ഇരുവരും കുറേ സമയം സംസാരിച്ചു. അവസാനം ഫോൺ തിരികെ നൽകി. വേണ്ട, ആ ഫോൺ തൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പിന്നെ എന്നോട് പറയാതെ എങ്ങും പോകരുത്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, അലക്സ് പറഞ്ഞു. അവൾ എല്ലാത്തിനും തലയാട്ടി. അലക്സ് നജീബിനെ വിളിച്ചു. തനിങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അലക്സ് അവനെ മാറ്റി നിർത്തി. അഥർവെന്ന് പറഞ്ഞ ജീവനാണ് അവൾക്ക്. അവന് വേണ്ടി എന്തും ചെയ്യും അവൾ. ടെററിസ്റ്റുകൾ അവനെ തട്ടിക്കൊണ്ടുപോയി എന്ന പ്രാഥമിക നിഗമനം. അതൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ അറിഞ്ഞാൽ അവൾ എന്താ ചെയ്യുകയെന്ന് അറിയില്ല. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം തനിക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതും പറഞ്ഞ് അവൻ തൻ്റെ നമ്പർ നജീബിന് നൽകി. ശരി സാർ, അവൻ പറഞ്ഞു. ഇരുവരോടും യാത്ര പറഞ്ഞ് അവൻ പോയി. നജീബ് അവളെ നോക്കി. അഥർ, നിങ്ങളൊരു ഭാഗ്യവാൻ തന്നെയാണ് ഇതുപോലൊരു പെണ്ണിനെ കിട്ടിയതിന്.
ഒന്നിച്ച് ഒത്തിരി കാലം സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരട്ടെ, അവൻ മനസ്സിൽ പറഞ്ഞു. ബൈക്കിൽ നിർത്തി അലക്സ് ഫോണെടുത്ത് നോക്കി. മിത്രയാണ്. അവനൊന്ന് പൊഞ്ചിടിച്ചു. ഹലോ മിത്ര. അവളൊന്ന് മൂളി. എന്താ ഇപ്പോൾ നിനക്ക് സമാധാനമായോ? കുറച്ച് സമാധാനമായി, പക്ഷേ അതിലേറെ ആശങ്കയാണ് എനിക്ക്. മീനു ചേച്ചി അറിയാലോ, അപ്പോൾ ഇതിന് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞ പിന്നെ ജീവിച്ചിരിക്കില്ല ചേച്ചി. ഇവിടെ ആകുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ട്, അവിടെ പക്ഷേ ആരും ഉള്ളത്? വേണ്ടാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതക്കാരിയാണ് ചേച്ചി. എനിക്കറിയാം, അവളൊന്ന് ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ അറിഞ്ഞതോടെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാനും വരിക അങ്ങോട്ടേക്ക്. അവൾ പറഞ്ഞത് കേട്ട് അവനെ നമ്പരുന്നു. എങ്ങോട്ടേക്ക്? ലക്ഷദ്വീപിലേക്കോ? അതെ, എൻ്റെ അപ്പൂരിനെ കുറിച്ച് എനിക്കും അറിയണം. വല്യമ്മാവനാണെ അപ്പൂരിനെ കാണാനില്ലെന്ന് അറിഞ്ഞത് മുതൽ ആകെ തകർന്നിരിക്കുക. വീട്ടിന് പുറത്ത് പോലും ഇറങ്ങാറില്ല. അമ്മയുടെ കാര്യവും അറിയാലോ. പിന്നെ കാരണവന്മാർ രണ്ടുപേരും വീരസാഹസം പറയുന്നല്ലാതെ ഒരു കുസലുമില്ല. അതുകൊണ്ടാണ് ഞാൻ വരാമെന്ന് പറയുന്നത്. അവൻ എന്ത് പറയണേ എന്നറിയാതെ കുഴങ്ങി. മിത്ര, പക്ഷെ എന്തത്? അലക്സിഡും വിചാരിച്ചാൽ എന്നെ അവിടെ കൊണ്ടുവരാൻ വഴിയില്ലേ? അതൊക്കെ പറ്റും, പക്ഷേ നീയും കൂടി വന്നാൽ ഒരു പക്ഷിയില്ല. ഞാൻ അങ്ങോട്ട് വരും, വന്നേ പറ്റൂ. എനിക്ക് ഇവിടെ നിൽക്കുന്ന ഒരു നിമിഷം തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്, മിത്ര അസ്വസ്ഥതയോടെ പറഞ്ഞു. അലക്സ് മൗനമായി. ശരി, നീ വിഷമിക്കണ്ട, വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു തരാം, അവൻ പറഞ്ഞു. ശരി. ഇരുവരും കോൾ കട്ട് ചെയ്തു. മുറ്റത്ത് ഷീറ്റ് വിരിച്ച് മീനുണക്കാനിരിക്കുകയായിരുന്നു സുഹറ. ഫോണും നോക്കി വരാന്തരയിലിരിക്കുകയായിരുന്നു നൂറിൻ. അതുകൊണ്ട് സുഹറയ്ക്ക് ദേഷ്യം വന്നു. ആ കുന്ത്രാണ്ട കുത്തി കളിക്കുന്നത് നിർത്തി ആ ഉണങ്ങിയ തുണിയൊക്കെ എടുത്ത് വച്ചൂടെ നിനക്ക്? എപ്പോൾ നോക്കിയാലും ഫോണിൽ തന്നെ, സുഹറ ദേഷ്യത്തോട് ചോദിച്ചു. അത് കേട്ട് അവൾക്ക് ചുണ്ടി കയറി. ഫോണും വെച്ച് അവൾ തുണികളെടുത്ത് അകത്ത് കൊണ്ടുവച്ചു. അപ്പോൾ നജീബും മീനും അവിടേക്ക് വന്നു. ആഹാ, നിങ്ങൾ വന്നാ? എങ്ങനെയുണ്ട് അവളെ? സ്ഥലമൊക്കെ കണ്ടേ? സുഹറ ചോദിച്ചു. കണ്ടു, എല്ലാം നല്ല കാഴ്ചകൾ തന്നെ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു ദിവസം കൊണ്ടൊന്നും ആവൂലെന്നേ, ഇനി ഒത്തിരി കാണാനുണ്ട്. നിങ്ങൾ വാ, ചായ കുടിക്കാം. സുഹറ വരാന്തയിലേക്ക് കയറി. ഒപ്പം മീനു നജീബും. അകത്തു നിന്നും വന്ന നൂറിൻ വീണ്ടും ഫോണും പിടിച്ച് വരാന്തയിൽ ഇരിപ്പുറച്ചിരുന്നു. ഓ, പിന്നെയും തുടങ്ങി പെണ്ണ്. ഈ കുന്ത്രാണ്ട് കിട്ടിയത് മുതൽ ഇതിനകത്ത പെണ്ണ്. വിളിച്ചാലും കേൾക്കില്ല, പറഞ്ഞാലും കേൾക്കില്ല. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനിവിടെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. എന്ത് വീഡിയോ? സുഹറ ചോദിച്ചു. അതൊക്കെയുണ്ട് ഇക്ക. കുറേ ദിവസം മുമ്പ് ഇവിടുത്തെ ക്യാമ്പിൽ നിന്ന് ഒരു ഓഫീസറെ കാണാതായിട്ടില്ലേ? ആ ജാഫറിനെ പിടിച്ച പുള്ളി. അങ്ങയുടെ ഒരു വീഡിയോ നെറ്റിലിട്ടിട്ടുണ്ട്. അയാളുടെ ആൾക്കാരാ ഓഫീസറെ പിടിച്ചു കൊണ്ടുപോയത്. ജാഫറിനെ വിട്ടുകൊടുത്തില്ലേ കൊന്നുകളയെന്നാ പറയുന്നത്. നൂറിൻ പറയുന്നത് കേട്ട് ഇടിവെട്ടേറ്റതുപോലെ മീനു നിന്നു. നജീബുമാകെ സ്തംഭിച്ചു നിന്നു. അവൻ പേടിയോടെ മീനുവിനെ നോക്കി. പാവം, അവരെല്ലാം കൂടി ആ പാവത്തിന് ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. വീഡിയോയിൽ തന്നെ അയാളെ തല്ലി കൊല്ലാറാക്കി. നൂറിൻ വീഡിയോ കാണിച്ചുകൊണ്ട് പറഞ്ഞു. മീനു വിനയാർന്ന കൈകളോടെ അത് വാങ്ങി നോക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ നജീബ് പകച്ചു നിന്നു. ആ വീഡിയോ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ നിന്ന് കിതയ്ക്കാൻ തുടങ്ങി. അവരവനെ തല്ലുന്നത് കണ്ടതും അവളുടെ നിയന്ത്രണം വിട്ടു. അവൾ അലറി വിളിച്ചു. നജീബ് അവളുടെ അരികിലേക്ക് വന്ന് ഫോൺ വാങ്ങി. സുഹറയും നൂറിനും അന്താളിപ്പോടെ പരസ്പരം നോക്കി. നജീബ്, എൻ്റെ അപ്പൻ്റെ അവൾ പൊട്ടിക്കരഞ്ഞു. മീനു കരയാതെ അവൻ പറഞ്ഞു. ഇല്ല, എൻ്റെ അപ്പൻ്റെ കൊല്ലും എനിക്ക്. അത്രയും പറഞ്ഞ് അവളുടെ ശബ്ദം കുഴഞ്ഞു, തളർന്നു വീണ്, കണ്ണുകൾ അടഞ്ഞു. അവൾ കുഴഞ്ഞ് താഴേക്ക് വീണതും നജീബ് അവളെ പിടിച്ചു. സുഹറയും നൂറിനും അന്താളിപ്പോടെ ഓടി വന്നു. അയ്യോ, ഈ കൊച്ചിന് എന്തു പറ്റി? സുഹറ ചോദിച്ചു. ഒക്കെ ഉണ്ട്, പറയാം. ആദ്യം ഇവളെ പിടിക്ക്, നമുക്ക് അകത്ത് കൊണ്ടുപോയി കിടത്താം, നജീബ് പറഞ്ഞു. എല്ലാവരും കൂടി അവളെ അകത്ത് കൊണ്ടുപോയി കിടത്തി. നൂറി, നീ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ടാ. നൂറിൻ വെള്ളം എടുക്കാനായി പോയി. സുഹറ അവളുടെ അരികിലിരുന്നു. പഠിച്ചോനെ, ഈ കൊച്ചിനെ ഇതെന്താ പറ്റിയത്? എന്താടാ കാര്യം? സുഹറ ചോദിച്ചു. അത് ആ ഓഫീസർ കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടി മീനു. അയാളെ കാണാനില്ല എന്നറിഞ്ഞ് വിവരം തിരക്കാനും അയാളെ കണ്ടെത്താനുമാണ് ഇവൾ ഇവിടേക്ക് വന്നത്. പറഞ്ഞത് കേട്ട് വിശ്വാസം വരാതെ അതിശയത്തോടെ അവളെ നോക്കി. അപ്പോഴേക്ക് നൂറിൻ വെള്ളവുമായി വന്നു. നജീബ് അത് വാങ്ങി വെള്ളം അവളുടെ മുഖത്ത് തളിച്ചു. മീനു ഒന്ന് പിടഞ്ഞു. പതിയെ കണ്ണു തുറന്നു. എല്ലാവർക്കും ആശ്വാസമായി. മീനു എഴുന്നേറ്റ് ചുറ്റും നോക്കി.
എൻ്റെ എൻ്റെ അപ്പോയിട്ട് അവൾ കരഞ്ഞുകൊണ്ട് പുലമ്പി. നൂറിന് സുഹറിയും അവളുടെ ഇരുവശത്തുമായി ഇരുന്നു. മോളെ, നീ വിഷമിക്കണ്ട, ആ സാറിന് ഒന്നും പറ്റില്ല. എന്തായാലും അദ്ദേഹത്തെ കണ്ടെത്തും, സുഹറ പറഞ്ഞു. എന്നാലും അവരെല്ലാം കൂടി എൻ്റെ അപ്പേട്ടനെ. അവൾ പറയാനാവാതെ കരഞ്ഞുകൊണ്ട് സുഹറയുടെ തോളിലേക്ക് ചാഞ്ഞു. അതുകൊണ്ട് അവർക്കും സങ്കടം വന്നു. സാരമില്ല മോളെ, പഠിച്ചോനോനെ കാക്കും, മോൾ ബേജാറാവാണ്ടിരി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ മീനു ചാടി എഴുന്നേറ്റു, കണ്ണുകൾ തുടച്ചു. നജീബ്, ഇപ്പം തന്നെ നമുക്ക് പോകണം നേവൽ ഓഫീസിലേക്ക്. അവിടുത്തെ ഓഫീസേഴ്സിനെ കണ്ട് എനിക്ക് സംസാരിക്കണം, അവൾ രോഷത്തോട് പറഞ്ഞു. നജീബ് ഒന്ന് പകച്ചു. മീനു അവൾ അവനെ തുറച്ചു നോക്കി. എന്താ, നിങ്ങൾക്ക് വരാൻ പറ്റില്ലേ? ഇല്ലേ, വേണ്ട, ഞാൻ പോയിക്കൊള്ളാതെ. തനിച്ച് എന്തായാലും അവരെ കണ്ട് സംസാരിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു നടന്നു. മീനു നീക്കേ, നീ എന്താ അവിടെ പോയി വഴക്കുണ്ടാക്കാൻ പോവാ? നജീബ് അവളെ തടഞ്ഞു നിർത്തി ചോദിച്ചു. ഇത്രയും ദിവസം ഞാൻ ശ്രമിച്ചു, ഇനി വയ്യ, ഞാൻ പോവാ. എൻ്റെ അപ്പേട്ടനെ കണ്ടെത്തി രക്ഷിക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് എനിക്കറിയണം. പറ്റില്ലെങ്കിൽ ഞാൻ പോയിക്കൊള്ളാം, എവിടെയാണെങ്കിലും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളാം എൻ്റെ അപ്പേട്ടനെ, അവൾ പറഞ്ഞു നടന്നു. നജീബ് ഒന്ന് ആലോചിച്ചു, പിന്നെ അവളുടെ പിന്നാലെ ചെന്നു. തനിച്ച് പോണ്ട, ഞാനും വരാം. ഇരുവരും ചെന്നു. വീഡിയോ കണ്ട് ഷോക്കിൽ ഓഫീസ് മുറിയിൽ ആകെ തരിച്ചിരിക്കുകയായിരുന്നു അലക്സ്. ഒപ്പം ദീപക്കും റോയും ഉണ്ടായിരുന്നു. അലക്സ്, നമ്മുടെ അഥർവിനെ അവർ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലടാ, റോയ് പറഞ്ഞു. അലക്സ് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഈ വീഡിയോ മീനു കണ്ടിട്ടുണ്ടാവോ? അങ്ങനെയെങ്കിൽ ഉടനെ തന്നെ അവളിവിടെ എത്തും. എന്ത് ചെയ്യണം എന്നറിയാതെ അവൻ നിന്ന് പുകഞ്ഞു. വില്യം സാർ വന്നിട്ടുണ്ട്, മിസ്റ്റർ സാറിൻ്റെ ക്യാബിനിലിരുന്ന് സംസാരിക്കുക അഥർവിൻ്റെ കാര്യം, സാം പറഞ്ഞു. അലക്സ്, അവൻ്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ? ദീപക് തിരക്കി. അലക്സ് പക്ഷേ ടെൻഷനിലായിരുന്നു. അപ്പോഴാണ് രോഷത്തോടെ അവിടേക്ക് വരുന്ന മീനുവിനെ അവൻ കണ്ടത്. അവനാകെ ഭയന്നു. ഭാവം കണ്ടാലറിയാം അവൾ വീഡിയോ കണ്ടിരിക്കുന്നു എന്ന്. അവൻ വേഗം അവളുടെ അരികിലേക്ക് ചെന്നു. മീനു എന്തോ പറയാൻ വന്നതും മീനു കൈ ഉയർത്തി തടഞ്ഞു. പിന്നെ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. അത് കണ്ട് അവളൊന്ന് വിരണ്ടു. അലക്സിന് ഒന്നും പറയണ്ട, അറിയേണ്ടതെല്ലാം ഞാൻ അറിഞ്ഞു, കാണേണ്ടതെല്ലാം ഞാൻ കണ്ടും കഴിഞ്ഞു. അലക്സ് ഒന്ന് ഞെട്ടി. ഇപ്പോൾ ഞാൻ വന്നത് ഒരു തീരുമാനം അറിയണം. എൻ്റെ അപ്പേട്ടിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്കറിയണം, അവൾ ദേഷ്യത്തോട് ചോദിച്ചു. അവൻ ഉത്തരം മുട്ടി നിന്നു. ദീപക്കും സാമും റോയും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി. മീനു, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന പതിവ് പലവിയാണ് ആവർത്തിക്കാൻ പോകുന്നതെങ്കിൽ വേണ്ട, എനിക്കത് കേൾക്കണ്ട. ഇപ്പോൾ വന്നത് മിസ്റ്റർ സാറിനെ കാണാനാണ്, അദ്ദേഹത്തിനെ എനിക്ക് കാണണം, അറിയണം എനിക്ക്. അലക്സ് കണ്ണും വെച്ച് അവളെ നോക്കി. അവൾ പക്ഷേ ഒന്നും പറയാതെ ദേഷ്യത്തോടെ മുന്നോട്ട് നടന്നു. അലക്സും പിന്നാലെ ചെന്നു. ക്യാബിന് മുന്നിലെത്തിയതും അവൾ നിന്നു. അത് തുറക്കാനായിരിക്കും അലക്സ് ആണ്. മീനു സ്ഥാപകത്തൊരു മീറ്റിങ്ങില്ല, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. മാറി നിൽക്കി. അവൻ തള്ളി മാറ്റി. മീനു കതക് തുറന്ന് അകത്ത് കയറി. പെട്ടെന്നൊരു പെൺകുട്ടി തൻ്റെ ക്യാബിനിലേക്ക് കയറി വന്നത് കണ്ട് മിസ്രിയും വില്ലിയും അമ്പായിരുന്നു. വാട്ട് യു വാണ്ട്? അയാൾ ചോദിച്ചു. അപ്പോഴേക്കും അലക്സ് അകത്തേക്ക് ഓടിക്കെത്തിച്ചു വന്നു. അയാൾ അലക്സിനെ നോക്കി. സോറി സാർ, അവൻ നിന്ന് പരുങ്ങി. ഹു ഇസ് ദിസ്? ഞാൻ പറയാം സാർ, ഞാൻ മിഥില, കേരളത്തിൽ നിന്ന് വരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ വെച്ച് കാണാതായ അഥർ പ്രഭാകരൻ എന്ന ഓഫീസറെക്കുറിച്ച് അറിയാനാണ് ഞാൻ വന്നത്. മിശ്ര സംശയത്തോടെ അലക്സിനെ നോക്കി. അഥർ കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടിയാണ് സാർ, അവൻ പറഞ്ഞു. അയാൾക്ക് ആളെ മനസ്സിലായി. വ്യസനത്തോടെ അവളെ അയാൾ നോക്കി. അഥർവിന് സംഭവിച്ചതിൽ അതിയായ വിഷമമുണ്ട്. എന്ത് സംഭവിച്ചതാണ് സാർ? അപ്പോഴും ഇപ്പോഴും മരിച്ചിട്ടില്ല, ജീവനോടുണ്ട്. അദ്ദേഹത്തെ അവരിപ്പോഴും കൊന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്ഷിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക്. അവരവനെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല സാർ. ഇന്നലെയല്ല അപ്പോഴത്തെ കാണാതായത്, ആഴ്ച 2 കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു തുമ്പും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. ഇന്ത്യൻ നേവിയുടെ അഭിമാനമാണ്. ഓരോരുത്തർക്കും റോൾ മോഡലാകേണ്ടുന്ന വ്യക്തിയാണ് അതിനെന്ന് ഘോരം പ്രസംഗിച്ചതല്ലേ. എന്നിട്ടും ആ മനുഷ്യനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ, കഷ്ടം തന്നെ. കുട്ടി, നീ ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും പരിമിതികളുണ്ട്. എന്ത് പരിമിതി സാർ? അറിയാം, അപ്പോഴത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നാടിന് വേണ്ടി ജീവൻ കളഞ്ഞ് ധീര യോദ്ധാവ് എന്ന ബഹുമതി നൽകി നിങ്ങളങ്ങ് പോകും. നഷ്ടം എനിക്കാണ്, എൻ്റെ ജീവിതമാണ്. സ്വന്തം മകൻ എന്ത് പറ്റിയെന്നറിയാതെ ഓരോ നിമിഷവും നീറി കഴിയുന്ന 2 പാവങ്ങളുണ്ട് അങ്ങ് നാട്ടിൽ. നഷ്ടം അവർക്ക് മാത്രം. ഒരഥർ പോയാൽ നിങ്ങൾക്ക് മറ്റൊരഥർ വരും. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. അവൾ പൊട്ടിക്കരഞ്ഞു. അത് കേട്ട് മിത്രയ്ക്ക് ദേഷ്യം വന്നു.
കുട്ടി ഇത്രയും നേരം കുട്ടി പറഞ്ഞതൊക്കെ ഞാൻ കേട്ട് നിന്നത് അഥർവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ കുട്ടി അതിൽ കിടക്കുന്നു. നോക്കൂ കുട്ടി, അഥർവ് ഞങ്ങൾക്ക് വരുമ്പോൾ ഒരു സഹപ്രവർത്തകൻ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ടവനാവൻ. അവരെ കാണാനില്ലെന്ന് അറിഞ്ഞതു മുതൽ എല്ലാവരും വിഷമത്തിലാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ അതിന് പരിമിതികളുണ്ട്. ഞങ്ങളുടെ നീക്കങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന അവർക്ക് കിട്ടിയാൽ പിന്നെ അവർ അഥർവിനെ ജീവനോട് വെച്ചിക്കില്ല. അവൾ ഞെട്ടി. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞ ഡിമാൻഡ് അത് അംഗീകരിച്ചൂടെ സാർ? അത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല കുട്ടി. ജാഫർ അലി കൊടും കുറ്റവാളിയാണ്. അവനെ വിട്ടയക്കാനുള്ള തീരുമാനം എടുക്കേണ്ടത് മിനിസ്ട്രിയാണ്. പക്ഷേ അതൊരിക്കലും നടപ്പാക്കുന്ന കാര്യമല്ല. അഥവാ അംഗീകരിച്ചാലും അഥർവിനെ ജീവനോട് കിട്ടുമെന്ന് കരുതേണ്ടതില്ല. ഒന്നെങ്കിൽ അവർ അവനെ കൊല്ലും, അല്ലെങ്കിൽ അതൊരു സ്വയം ജീവൻ വെടിയും. ഒരിക്കലും ഒരു കുറ്റവാളിയെ മോചിപ്പിക്കാൻ കാരണക്കാരനായി എന്ന ലേബലിൽ ജീവിക്കാൻ അവൻ തയ്യാറായി എന്ന് വരില്ല. മീനു നിസ്സഹായതയോടെ അയാളെ നോക്കിക്കരഞ്ഞു. അപ്പോൾ പിന്നെ എന്താ സാർ ചെയ്യുക? വിഷമിക്കാതിരിക്കുക. 25-ാം തീയതി വരെ അവർ അവനെ ഒന്നും ചെയ്യില്ല. അവർക്കായി ഇന്ത്യ ഒടുക്കി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം രഹസ്യമായി മാത്രമേ പറ്റൂ. എന്തിനും മടിക്കാത്തവരാ അവർ. അഥർവിനൊന്നും സംഭവിക്കാൻ പാടില്ല. അഥർവ് ഞങ്ങളുടെ അഭിമാനം. അവന് പകരമാകാൻ അവന് മാത്രമേ കഴിയൂ. എന്ത് വില കൊടുത്തും അവന് കണ്ടെത്തുക തന്നെ ചെയ്യും ഞങ്ങൾ. കുട്ടി ധൈര്യമായി പോയിക്കോളും, അയാൾ പറഞ്ഞു. അവൾ അല്പം ശാന്തയായി തലകുലുക്കി. പിന്നെ തിരിഞ്ഞു നടന്നു. സല്യൂട്ട് നൽകിയ ശേഷം അലക്സും അവൾക്കൊപ്പം നടന്നു. നിലവിളിച്ചുകൊണ്ട് ആമേർ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. താനിപ്പോഴും ആ ദ്വീപിൽ തന്നെയാണ്. അവൻ എഴുന്നേറ്റ് ചെന്ന് കൂജയിൽ നിന്ന് വെള്ളം എടുത്ത് മടമട കുടിച്ചു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ വാച്ചെടുത്ത് അവൻ സമയം നോക്കി. വെളുപ്പിന് 4 മണി. വെളുപ്പം കാലത്താണല്ലോ പഠിച്ചോനെ ഞാൻ സ്വപ്നം കണ്ടത്. അവൻ ആ സ്വപ്നം ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. തന്നെയും കാത്ത് വരാന്തയിൽ കരഞ്ഞു തളർന്നു നിൽക്കുന്ന ഉമ്മ. മൂത്ത പെങ്ങൾ ഒരു ഗ്ലാസ് കാപ്പിയുമായി വന്ന് കരയേണ്ട ഉമ്മ ഒക്കെ ഉടനെ വരും എന്ന് പറയുന്നു. പിന്നെ കാപ്പി നീട്ടുന്നു. ഉമ്മയിൽ നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാത്തത് കണ്ട് ഒന്ന് സംശയിത്ത് കുളുക്കി വിളിച്ചതും വെട്ടിയിട്ടതുപോലെ ഉമ്മ നിലത്തേക്ക് പതിക്കുന്നു. അതുകണ്ട് ഞെട്ടിത്തിരിച്ച പെങ്ങൾ ഉറക്കെ നിലവിളിക്കുന്നു. അപ്പോഴാണ് താനും ഉണർന്നത്. വെളുപ്പംകാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമെന്ന് യുക്തിയും ഉമ്മയും കൂട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി അതുപോലെ എന്തെങ്കിലും? അവൻ ഞെട്ടി. പരവേശത്തോടെ അവൻ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവൻ്റെ നെഞ്ചിനകത്ത് എന്തോ ഒരു വലിയ ഭാരം പോലെ തോന്നി. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ നെഞ്ചി കിടന്ന് പിടിക്കുമെന്നല്ലേ അതോ സാർ പറഞ്ഞത്? പഠിച്ചോന് എൻ്റെ ഉമ്മ, അവൻ നീറ്റിലൂടെ വിളിച്ചു. അഥർവിനുള്ള ഭക്ഷണവുമായി അമീർ ചെന്നു. അവൻ്റെ മുഖഭാവം കണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് അഥർവിന് തോന്നി. അമീർ, എന്തു പറ്റി? എന്താ നിൻ്റെ മുഖത്തൊരു വിഷമം പോലെ? ചോദ്യം കേട്ട് അവനൊന്ന് പതറി അഥർവിനെ നോക്കി. ഒന്നുമില്ല, ഇതാ സാർ ഭക്ഷണം കഴിക്കും. അവൻ റൊട്ടി അവനെ നേരെ നീട്ടി. അഥർവ് ഒരു കഷ്ണം റൊട്ടി പൊട്ടിച്ച് വായിലിട്ടു. അമീറിന് അവനോട് എന്ത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സലീം അവിടെ നിൽക്കുന്നതിനാൽ അവൻ വാ അടക്കി. മറ്റൊരവൻ നിന്ന് വിളിച്ചപ്പോൾ സലീം അയാൾക്കൊപ്പം പോയി. ആരുമില്ലെന്ന് കണ്ടതും അമീർ അഥർവിൻ്റെ അരികിലേക്ക് ചെന്നു. സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവൻ കൗതുകത്തോടെ അമീറിനെ നോക്കി. എന്താ? ചോദിക്ക്. അല്ല, ഈ പുലർച്ചയ്ക്ക് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് പറയുന്നത് നേരാണോ? അഥർവ് ഒരു നിമിഷം മൗനമായി. പിന്നെ മുഖമുയർത്തി അവനെ നോക്കി. എന്താ ഇപ്പം ഇങ്ങനെ ചോദിക്കാൻ? നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ? അത് അവൻ നിന്ന് പരിങ്ങേണ്ട നീ, ഞാൻ വെറുതെ ചോദിച്ചതാ. സാറ് പറ. അങ്ങനെ പറയുന്നത് കേൾക്കാം, പക്ഷേ സത്യമാണോ എന്നറിയില്ല. എൻ്റെ മീനുവിന് പക്ഷേ ഇതൊക്കെ വലിയ വിശ്വാസം. അന്ന് ജാഫർ അലിയെ പിടികൂടിയ ദിവസം ഞാൻ മുറിയിലെത്തി ഉടനെ അവൾ വിളിച്ചിരുന്നു. എന്നെ ആരും ഉപദ്രവിക്കുന്നത് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്കും അപ്പോൾ ആശ്ചര്യം തോന്നി. ഞാൻ ജാഫറിനെ പിടികൂടിയ കാര്യം മാധ്യമങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ അതിശയത്തോടെ അവനെ നോക്കി. നേരാണോ സാറേ? അങ്ങനെ പലതവണ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും അതിൽ കുറച്ച് വിശ്വാസമുണ്ട്, അവൻ പറഞ്ഞു. അമീർ ആകെ പകച്ചു. യാന്ത്രികമായി എഴുന്നേറ്റ് അവൻ നടന്നു. പഠിച്ചവനെ, എൻ്റെ ഉമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ എന്നെങ്കിലും ഒരു നാൾ ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നും ഉമ്മയെയും സഹോദരിമാരെയും കാണാൻ സാധിക്കുമെന്നും പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെറും സ്വപ്നമായി മാറുകയാണോ? എനിക്ക് ഉമ്മയെ കാണണം. അതിനെന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുന്ന പഠിച്ചവനെ, അവൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം അലി അമീറിനെ വിളിച്ചു. അമീർ, ഇന്ന് രാത്രി നീ വേണം കാവൽ നിൽക്കാൻ. അലിയുടെ തീരുമാനം കേട്ട് അവന് ലോട്ടറി അടിച്ച സന്തോഷം തോന്നി. അവൻ്റെ കാതുകളിൽ അഥർവിൻ്റെ വാക്കുകൾ മുഴങ്ങി. ദൈവം ഏതെങ്കിലും ഒരു രൂപമായി മാത്രമല്ല പ്രത്യക്ഷപ്പെടുക, അവസരമായും വരും. അങ്ങനെ നിൻ്റെ മുമ്പിൽ അവസരം തെളിഞ്ഞാൽ ഭയക്കാതെ അവനൊപ്പം പോകണം. നീ മരിക്കേണ്ടവനല്ല, ജീവിക്കേണ്ടവനാണ് നീ, മനുഷ്യനായി തന്നെ. അവന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അതെ, ഇതാണ് അവസരം.
രക്ഷപ്പെടണം ഈ ചുഴിയിൽ നിന്ന്, അവൻ മനസ്സിലുറപ്പിച്ചു. നേരെ ഇരുട്ടി തുടങ്ങി. എല്ലാവരും രാത്രിയിൽ അവരവരെ ഏൽപ്പിച്ച് ജോലിയിൽ മുഴുകി. അങ്ങനെ എല്ലാവരും മയക്കത്തിലായ സമയം അമീർ പതിയെ ദ്വീപിൻ്റെ പുറകുവശത്തേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന എയർബോട്ട് തള്ളി കടലിലേക്ക് ഇറക്കി. തുഴയെടുത്തു. വെളിച്ചത്തിനായി അകത്ത് കത്തിക്കാറുള്ള ഒരു പെട്രോമാക്സും അവൻ അതിലെടുത്തു വെച്ചു. ആരും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം തുഴയുമായി അവൻ അതിൽ കയറി. അതിയായ ആവേശത്തോടെ അവൻ തുഴഞ്ഞു. എത്രയും വേഗം ആ ദ്വീപ് വിട്ട് ദൂരേക്ക് പോകണം. ഇനി ഇവരുടെ അടുത്തേക്ക് താനില്ല. എല്ലാം കാണുന്ന ദൈവമേ, നീ തന്നെ എനിക്ക് വഴി കാട്ടണേ. മനസ്സുരുക്കി അവൻ വിളിച്ചുകൊണ്ട് അവൻ തുഴഞ്ഞു. തുടരും.